ചലച്ചിത്ര നടൻ കലാഭവൻ മണിയുടെ ദുരൂഹ മരണം സംബന്ധിച്ച് സിബിഐ അന്വേഷണത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കിയേക്കും. സിബിഐ അന്വേഷണം വൈകുന്നത് സംബന്ധിച്ച് വിമർശനങ്ങളും പരാതികളും വർദ്ധിച്ച സാഹചര്യത്തിലാണ് സിബിഐ അന്വേഷണം വേഗത്തിലാക്കുവാൻ നീക്കം നടക്കുന്നത്. 4 മാസം പിന്നിട്ടിട്ടും കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ ഇനിയും സാധിക്കാത്ത സാഹചര്യത്തിലാണ് മണിയുടെ സഹോദരന്റെയും മറ്റ് ബന്ധുക്കളുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം സർക്കാർ സിബിഐക്ക് വിട്ടത്. എന്നാൽ ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്തതിനാൽ അന്വേഷണം ഇതുവരെ സിബിഐ ഏറ്റെടുക്കാനും തയ്യാറായിട്ടില്ല. സർക്കാരിന്റെ നടപടിക്രമങ്ങൾ നീണ്ടുപോയതോടെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് സിബിഐ അന്വേഷണത്തിലുള്ള നടപടികൾ സർക്കാർ വേഗത്തിലാക്കാൻ നീക്കം നടത്തുന്നത്. അതിനിടെ കലാഭവൻ മണിയുടെ മരണം സംബന്ധിച്ച് ഡിജിപി നൽകിയ റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം തള്ളിയത് സർക്കാരിന് തിരിച്ചടിയാവുകയും ചെയ്തു. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് അന്വേഷണം സിബിഐക്ക് കൈമാറുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ആഭ്യന്തര വകുപ്പ് ദ്രുതഗതിയിൽ നീക്കം തുടങ്ങിയിരിക്കുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അന്വേഷണം സിബിഐയെ ഏൽപ്പിക്കുന്നതോടെ മണിയുടെ കുടുംബത്തിനും ആരാധകർക്കുമിടയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന മുറുമുറുപ്പ് ഇല്ലാതാക്കാനാണ് ആഭ്യന്തര വകുപ്പ് ശ്രമിക്കുന്നത്. അതേസമയം മണിയുടെ പാഡി ഹൌസിൽ മണിയോടൊപ്പം വിരുന്നിൽ പങ്കെടുത്ത ചലച്ചിത്ര നടൻ ഇടുക്കി ജാഫർ ഉൾപ്പെടെ 5 പേരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ നടന്നുവരികയാണ്. കാക്കനാട്ടെയും ഹൈദരാബാദിലെ കേന്ദ്ര ലാബിലെയും പരിശോധന ഫലങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വൈരുദ്ധ്യങ്ങളും അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നുണ്ട്. മരണകാരണമായ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കിയിട്ടുള്ള വിഷമദ്യവും കീടനാശിനിയും മണിയുടെ ശരീരത്തിൽ എങ്ങനെ എത്തിയെന്നത് ദുരൂഹതയായി തുടരുന്നു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയെന്ന മുഖ്യ വെല്ലുവിളിയാണ് സിബിഐക്ക് ഏറ്റെടുക്കാനുള്ള പ്രധാന ദൌത്യം. TCV ന്യൂസ്, തൃശൂർ.